മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ട് ദ വേർഡ് ഓഫ് വിസ്ഡം, ദ വേർഡ് ഓഫ് നോളജ് ആൻഡ് ഫെയ്ത്ത്, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും പരിജ്ഞാനത്തിൻ്റെ വചനവും, അതുപോലെ ആത്മാവിനാൽ വിശ്വാസം, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് 1 Corinthians 12:9 തന്നെ പറയുന്നത് ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, ഹീലിംഗ്. ഈ രോഗശാന്തികളുടെ വരം ആദിമസഭയിലുണ്ടായിരുന്നു, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അതൊന്നും വിട്ടുപോയിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് രോഗശാന്തി കൊടുക്കാനുള്ള കൃപാവരങ്ങൾ ദൈവദാസന്മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് കിട്ടുക തന്നെ ചെയ്യും. അത് കിട്ടാതിരിക്കാനുള്ള കാരണം പലരുടെയും അവിശ്വാസം കൊണ്ട് തന്നെയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദീനക്കാർക്ക് സഭയിൽ വെച്ച്, യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത് അങ്ങനെയാണ്, സഭയിൽ എണ്ണ പൂശി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദീനക്കാരെ അത് വിടുവിക്കും എന്നുള്ള യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്ന ഭാഗം ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. പഴയ നിയമകാലത്തിൽ ഈ ഹീലിംഗ് ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ എക്സോഡസ് 15:26 ഞാൻ ഹീൽ ചെയ്യുന്ന ദൈവമാണ് എന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 58:8 ഞാൻ ഇത് ഓരോന്നെടുത്ത് റെഫർ ചെയ്ത് വായിക്കുന്നത്, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം, വെച്ചാൽ അത് കാണാം. ദൈവം ഹീൽ ചെയ്യുന്ന ദൈവമാണ്. യെരമ്യാവ് 30:17 ദൈവം ഹീൽ ചെയ്യുന്ന ദൈവമായിട്ട് കാണുന്നു. പഴയ നിയമകാലങ്ങളിലെല്ലാം ദൈവം ഹീൽ ചെയ്യുന്ന ഒരു ദൈവമായിട്ട് നമ്മൾ കാണുന്നു. അവരെ ദൈവത്തിൻ്റെ ആ യാത്രയിലും ഇസ്രായേൽ മക്കളുടെ യാത്രയിലും ഒക്കെ ദൈവം അവരെ ഹീൽ ചെയ്യുന്നതായിട്ട് കാണും. ഹീലിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ വരുന്നുണ്ട്. ഡെലിവറൻസ് പണ്ട് 2-3 കാരണം കൊണ്ടാണ് ഈ രോഗത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്. എല്ലാ രോഗവും പാപത്താലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പഴയ നിയമത്തിൽ അങ്ങനൊരു, നമ്മുടെ ന്യായപ്രമാണത്തിൽ അങ്ങനൊരു പഠിപ്പിക്കലുണ്ടായിരുന്നു. പാപം ചെയ്യുമ്പോഴേ രോഗാവസ്ഥയിലേക്ക് വരുന്നത്. പാപം ചെയ്യുമ്പോൾ രോഗാവസ്ഥയിൽ അവിടെ അല്ല, ഇപ്പോഴും വരുന്നു. പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുന്ന രോഗാവസ്ഥയിൽ വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. എന്നാൽ എല്ലാ പാപവും എല്ലാ രോഗവും പാപം കൊണ്ട് വരുന്ന ഒന്നല്ല. എന്നാൽ ഈ രോഗാവസ്ഥ കൊണ്ടുവരുന്നത് പലപ്പോഴും ഒരു പിശാചിൻ്റെ പ്രവർത്തനം തന്നെയാണ്. യേശുക്രിസ്തു ആർക്ക് രോഗം കൊടുത്തായിട്ട് ബൈബിളിൽ എങ്ങും കാണുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവും അല്ലെങ്കിൽ ദൈവവും രോഗം കൊടുത്തായിട്ട് കാണുന്നില്ല. എന്നാൽ രോഗം അവസ്ഥ വന്നിരിക്കുന്നത്, ഇപ്പം നമ്മൾ പറയും ഇയ്യോബിന് രോഗം വന്നില്ലേ, ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് രോഗം വന്നില്ലേ എന്ന്. അതൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ കൂടി ഇയ്യോബിനെ ദൈവം കടത്തി വിടാനായിട്ട് പിശാചിനോട് പെർമിഷൻ കൊടുത്തിട്ടാണ് അത് വന്നത്. അത് മാത്രമല്ല, അത് വരാനുള്ള കാരണം, അത് വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും എനിക്കും വേണ്ടിയാണ്. ദൈവത്തിന് അങ്ങനെ ഒരു പ്രക്രിയയിൽ കൂടി മനുഷ്യനെ കടത്തി വിട്ടാൽ അതിൻ്റെ പുറകിലൊരു ഡെലിവറൻസ് ഉണ്ടെന്ന് കാണിക്കാനും അതിൽ കൂടി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടതും കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഹീലിംഗ് പ്രാർത്ഥനയിൽ കൂടിയും അങ്ങനൊരു ഒരു സ്പിരിറ്റ് ഓഫ് ഡെലിവറൻസ്, ദൈവത്തിൻ്റെ ആത്മാവിന് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റും, അതിൽ നിന്ന് വിടുവിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവണം. അങ്ങനൊരു ഹീലിംഗ് ഉണ്ട് നമ്മൾ മറന്നു പോരും. അപ്പോസ്തല പ്രവൃത്തി 9:33 പത്രോസ് ഐനിയോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ സൗഖ്യമാക്കുന്ന കാര്യം അതിൽ പറയുന്നുണ്ട്. ഐനിയോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, പത്രോസ് സുവിശേഷം അറിയിക്കുന്നതിനിടയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധരുടെ അടുക്കൽ ചെന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനിയോസ് എന്നു പേരുള്ളൊരു മനുഷ്യനെ കണ്ടു. പത്രോസ് ഐനിയോസെ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഉടൻ അവൻ എഴുന്നേറ്റു എന്നേ കാണും. അപ്പോൾ ഈ ഹീലിംഗ് എന്ന് പറയുന്ന ശുശ്രൂഷ ആദിമസഭയിൽ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. അതൊരു സൂപ്പർ നാച്ചുറലായിട്ടൊരു മാനിഫെസ്റ്റേഷനാണ്. അത് 2 രീതിയിലും വരാം. ഒരു ഗ്രാജുവൽ ഹീലിങ്ങും ഒരു അബ്രപ്റ്റ് ഹീലിംഗ്, പെട്ടെന്നുള്ളൊരു ഹീലിങ്ങും ഉണ്ടാകാം. അത് ഡിപ്പെൻഡിങ് ഓൺ യുവർ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചൊക്കെയാണ്. അതിനകത്ത് ചില ആളുകൾ ഇതിനകത്ത് വിശകലനം ചെയ്യുന്നവർ പറയാറുണ്ട്, ബിലീവേഴ്സ് അല്ല, ഈ ശുശ്രൂഷയെ വിശകലനം ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട്, പെട്ടെന്നുള്ള സൗഖ്യം വരുന്നില്ല,
അത് സ്ട്രക്ചറൽ ഡിസോർഡേഴ്സ് മാറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ക്യാൻസറായിട്ടുള്ള രോഗികളെ പ്രാർത്ഥിച്ച് സൗഖ്യമായത്, മെഡിക്കൽ സയൻസ് അവർക്ക് ഇനിയും ജീവിക്കാൻ 6 മാസമേ ഉള്ളെന്ന് പറഞ്ഞ കേസുകൾ അനേകം വർഷങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്ന കേസുകൾ വ്യക്തിപരമായിട്ട് നമുക്കറിയാം. ദൈവം വിടുവിക്കാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. പ്രാർത്ഥന കേട്ട് വലിയൊരു ഹീലിംഗ് തരുന്ന ദൈവമാണ്. എന്നാൽ അപ്പോഴേ ചോദിക്കും, മരുന്നിൻ്റെ ആവശ്യമില്ലേ, ആശുപത്രിയുടെ ആവശ്യമുണ്ടോ, നിങ്ങളെ പോയി അങ്ങ് പ്രാർത്ഥിച്ചങ്ങ് സൗഖ്യമാക്കിയാൽ പോരെ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. എന്നാൽ വൈദ്യനും രോഗിയും എപ്പോഴും ഉണ്ടാവും. യേശുക്രിസ്തുവിൻ്റെ സമയത്തും ഉണ്ടായിരുന്നു, ആശുപത്രികൾ അന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. രോഗത്തിന് ചികിത്സ ആവശ്യമാണ്. ഇല്ലയെന്നൊന്നും വേണ്ടാന്നോ ചികിത്സ വേണ്ടാന്നോ ഒന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഒരു കാര്യം നമുക്ക് ശ്രദ്ധേയമാണ്, പ്രാർത്ഥനയിൽ കൂടി ഡെലിവറൻസ് ഉണ്ടായെന്നുള്ളത്. പ്രത്യേകിച്ച് പലയിടത്തും പുതിയ നിയമത്തിലും രോഗികളെ സൗഖ്യമാക്കുന്നതിനകത്തെല്ലാം പറയുന്നത് സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് പലയിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. രോഗാണു അല്ലെങ്കിൽ അങ്ങനെ ഒരു പൈശാചികമായിട്ടുള്ള ഒരു ബോണ്ടേജിൽ അസുഖം ഇരിക്കുന്ന പല കേസുകളും വന്നിട്ടുണ്ട്. അതിലൊക്കെയുള്ള ഡെലിവറൻസ് ദൈവം കൊടുക്കുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം, ഈ പുതിയ തലമുറയിലെ മാനസികമായി പിരിമുറുക്കത്തിലും അതുപോലെ മാനസികമായിട്ടുള്ള കെട്ടിലും ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് അഡിക്ഷൻസ്, മദ്യപാനവും അങ്ങനെയുള്ള അഡിക്ഷൻസ് അല്ല, ഒരുപാട് അഡിക്ഷൻസ് ഉണ്ട്. ഒരു കാര്യം, നമ്മൾക്ക് നമ്മുടെ ഡിറ്റർമിനിങ് പവർ, നമ്മുടെ തീരുമാന ശക്തി നശിപ്പിച്ച് കളയുന്ന എല്ലാം തന്നെ അഡിക്ഷനിൽ നിന്ന് വരുന്നതാണ്. നമ്മൾക്കൊരു കാര്യം തീരുമാനിച്ച് അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരിക്കുന്ന എല്ലാം അഡിക്ഷനായിട്ട് വരും. ചില കാര്യങ്ങൾ ഈവൻ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈവൻ ചില കളികളൊക്കെ ഉണ്ടല്ലോ, ഗെയിംസൊക്കെ, കുഞ്ഞുങ്ങളൊക്കെ അതിന് അഡിക്ഷനാണ്. എത്രയോ പേര് അഡിക്ഷനാണ്, എത്രയോ രൂപ അതിന് വേണ്ടി വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട്. അഡിക്ഷൻ അതിൻ്റെ ആ ഒരു ആത്മാവ് കയറിയിരിക്കുക. മദ്യപാനത്തിൻ്റെ അഡിക്ഷൻ, അതിനകത്തൊരു സ്പിരിറ്റുണ്ട്, പ്രത്യേകമായിട്ടൊരു സ്പിരിറ്റുണ്ട്. മദ്യത്തിലുള്ള സ്പിരിറ്റ് അല്ല, ആൽക്കഹോളിൻ്റെ കാര്യമല്ല പറയുന്നത്. ഒരു സ്പിരിറ്റുണ്ട്, ഒരു ഈവിൾ സ്പിരിറ്റ്. അതിൽ നിന്ന് റിലീസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് അവിടെയൊക്കെ പ്രാർത്ഥനയും അതുപോലെ ഒരു പ്രത്യേക ദൈവത്തിൻ്റെ ഒരു വരവും ഉള്ളൊരു ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു വലിയ റിലീസ് അവിടെ വരും. അത് സത്യമാണ്, അത് ദൈവവചനത്തിൽ പറയുന്നതാണ്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത്, നമ്മൾ പരിശുദ്ധാത്മാവിനെ ലിമിറ്റ് ചെയ്യരുത്. ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. എപ്പോഴാണ് ഹീലിംഗ് ഒക്കെ ദൈവത്തിൻ്റെ പർപ്പസിലുള്ളതാണ്, നമുക്കറിയത്തില്ല. ചിലപ്പോൾ അപ്പം തന്നെ ഹീൽ ചെയ്യുന്നു വരും, ചിലപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴത് ഹീൽ ചെയ്യും. ഓക്കെ, അന്നേരം ഹീലിംഗ് ഒരു ശുശ്രൂഷ പരിശുദ്ധാത്മാവ് എൻ്റെ വരമായിട്ട് തന്നിട്ടുണ്ട്. അതും സഭയിൽ ആവശ്യമായിട്ടുള്ളതാണ്. വ്യക്തികളിലത് അതിൻ്റെ ആ ഹീലിങ്ങിൻ്റെ ആ ഡെലിവറൻസ് വന്നു ചേരും എന്ന് കാണാം. അടുത്ത ഒരു കാര്യം മിറക്കിൾസ് ആണ്. മിറക്കിൾസ്, വീര്യപ്രവൃത്തി എന്ന് പറയുമ്പോൾ ഒരാളിനെ ഉയർത്താൻ വേണ്ടിയുള്ളൊരു വീര്യപ്രവൃത്തിയല്ല ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ പ്രഘോഷണത്തിന് അല്ലെങ്കിൽ ദൈവവചനത്തിന് തടസ്സപ്പെടുന്ന ചില കാര്യങ്ങളിലൊക്കെ ദൈവം വീര്യം പ്രവർത്തിച്ച് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇടവരും എന്നുള്ള വീര്യപ്രവൃത്തി. അപ്പോസ്തല പ്രവൃത്തി 13 എവര് പൗലോസ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോഴേ എലീമാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി വന്ന് അതിനെ തടുക്കാനായിട്ട് നോക്കിയാൽ കാണുന്നു. അതിനകത്ത് 11-ാം വാക്യത്തിൽ 13:11 അവനെ തിമിരം അല്ലെങ്കിൽ അവൻ ബ്ലൈൻഡ് ആകട്ടെ എന്ന് കൽപ്പിച്ചു. ഈ എലിമാസ് എന്ന് പറയുന്ന വിദ്വാൻ എന്നാണ് അങ്ങനെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇതാകുന്നു അതിൻ്റെ പേരിൻ്റെ അർത്ഥം. അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് അവനെ പിശാചിൻ്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ മേലിലേക്ക്, അവൻ സൂര്യനെ കാണാതിരിക്കട്ടെ, അവൻ കുരുടനായിരിക്കും എന്ന് പറഞ്ഞ് അവൻ്റെ മേലിലെ അവന് കണ്ണു കാണാൻ പറ്റാതെ തപ്പി നടന്നതായിട്ട് കാണുന്നു. എന്നാൽ ഈ ദേശാധിപതി ഈ കണ്ടതിന് ശേഷം കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു എന്ന് കാണുന്നു. അപ്പോൾ ഈ മിറക്കിൾസ് വരുന്നത് ആളുകൾ ദൈവത്തെ വിശ്വസിക്കാനായിട്ടാണ് പ്രധാനമായിട്ട് വരുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 9 തബീതെ ഉയർപ്പിക്കുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. അതും ഒരു വീര്യപ്രവൃത്തിയാണ്. ഒരു മരിച്ചുപോയ ഒരാളിനെ ഉയർപ്പിക്കുക എന്ന് പറയുന്ന ഒരു വീര്യപ്രവൃത്തിയാണ്. അത് ഇപ്പോഴതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും വീര്യപ്രവൃത്തിയുണ്ട്. വീര്യപ്രവൃത്തികൾ നടക്കുന്നുണ്ട് പല കാര്യങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ലൈവ് എക്സാമ്പിളൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാവുന്ന ഒരു ക്രിസ്തീയ വേലയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സഹോദരി നേപ്പാൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആൾ ജീവനോടുണ്ട്, നേപ്പാളിൽ തന്നെ ഉണ്ട്. ഇതുപോലെ വില്ലേജുകൾ വിസിറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ബസ്സിൽ കയറി അവർ വീട്ടിൽ പോകാനായിട്ട് വന്നു.
രാത്രി ആ ബസ് ലേറ്റായി. ഏകദേശം 8-9 മണിയോടുകൂടി ആണ് അവരുടെ ആ സ്ഥലത്ത് വന്നിറങ്ങിയത്. അവിടെ നിന്ന് ഏകദേശം കുറേ ദൂരം നടന്നിട്ട് വേണം അവർ വീട്ടിൽ ചെല്ലാനായിട്ട്. ഇടുങ്ങിയ സ്ഥലമാണ്, വഴികളൊന്നുമില്ല. അപ്പോൾ ഈ വ്യക്തി അവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡ് പോലെ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ ആരുമില്ല, അവിടെ ആരുമില്ല, വിജനമായ സ്ഥലമാണ്. ആ വെയിറ്റിംഗ് ഷെഡിൽ 3-4 പുരുഷന്മാർ അവിടെ ഇരിപ്പുണ്ട്. അവർ ചിലർ മദ്യപിച്ചിട്ടുണ്ടാകാം, ഡ്രഗ്സിന് അഡിക്ഷൻ ഒക്കെ ആകാം. എന്നാൽ ഈ സഹോദരി ഒറ്റയ്ക്കാണ് അവിടെ ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ ഇവരെ കണ്ടിട്ട് ഇവരുടെ ഈ 4 പേരും കൂടി ഈ സഹോദരിയുടെ ചുറ്റും കൂടി ഉപദ്രവിക്കുക എന്നൊരു തിങ്കിങ് ആയിരിക്കാം, നമുക്കറിയത്തില്ല. അതിനുവേണ്ടി അവരുടെ ചുറ്റും കൂടി. ആ സമയത്ത് ഈ സഹോദരി ക്രിസ്ത്യൻ മിഷന് വേണ്ടി ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള ആളാണ്. കേരളത്തിൽ നിന്ന് നേപ്പാളിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. എല്ലാ ദിവസവും ഇങ്ങനെ വീടുകൾ വിസിറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ആളെ സഹായിക്കുകയും അവർക്ക് കൗൺസിൽ കൊടുക്കുകയും ദൈവനം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന. ഇവർ ഉപദ്രവിക്കും എന്നുള്ളൊരു സ്റ്റേജ് വന്ന സമയത്ത് ഇവർ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ നീ രക്ഷിക്കണമേ. ആരുമില്ല, സഹായിപ്പാൻ ആരുമില്ല. ഇരുട്ടാണ്, അവിടെ നിന്നും ലൈറ്റും വെട്ടമൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. അവർക്ക് അവിടെ നിന്ന് നടന്നു പോകണം. നമ്മുടെ പ്രോമിസിൽ പറയുന്ന പോലെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവൽ മാത്രമേ ഉള്ളൂ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ ദൂതൻ്റെ കാവൽ. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് തന്നെ ഇവർ ആക്രമിക്കാനായിട്ട് പെട്ടെന്ന് അവർ പിന്മാറി. അവരിങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ വ്യക്തി പെട്ടെന്ന് ഞാൻ അതുകൊണ്ട് ഓർത്തത്, ഏലിമാസ് എന്ന് പറഞ്ഞ വ്യക്തി തപ്പി നടക്കുന്ന പോലെ തപ്പി നടക്കാതെ. അവർക്ക് കാഴ്ച പോയി. ദൈവത്തിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ അവിടെ ഉണ്ടായി. കാരണം ഈ വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടായി. അതുകൊണ്ട് അവർ പിന്നെ ആ ഇരുട്ടത്ത് കയ്യിലെ ടോർച്ചോ മൊബൈലും ഒക്കെ ആയിട്ട് ലൈറ്റൊക്കെ അടിച്ച് അവരവരുടെ വീട്ടിൽ സുഖമായിട്ട് പോയി. അവർക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇവരെല്ലാം കൂടി ആക്രമിക്കാനായിട്ട് വന്നതാണ്. എന്നാൽ അവരുടെ കാഴ്ചയില്ലാതെ പോയി. പിന്നെ അവർക്ക് കാഴ്ച കിട്ടിയോ എന്തുവാന്നൊന്നും എനിക്കതിനെക്കുറിച്ച് പറയാനില്ല. ദൈവം അത് വിടുവിച്ചു എന്നുള്ളൊരു അത്ഭുതം എഴുത്തരണത്തിൽ പറയാനായിട്ട് ആഗ്രഹിച്ചു. കാരണം മിറക്കിൾസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഉത്തരാഖണ്ഡിൽ അതുപോലെ ഹിമാചലിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ വലിയ മിറക്കിൾസ് ഈ ദിവസങ്ങൾ കാണാനായിട്ട് സാധ്യമാകുന്നുണ്ട്. അവിടെ നിന്നും ദൈവത്തിന് എത്താത്ത സ്ഥലങ്ങളാണ്. എന്നാൽ യേശുവിൻ്റെ നാമം പറയുമ്പോൾ തന്നെ വലിയ റിലീസ് വരികയും ഈവിൾ സ്പിരിറ്റൊക്കെ ഇട്ടിട്ടോടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ കാണാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അനേകം വലിയ അത്ഭുതങ്ങൾ, മിറക്കിൾസ് അവിടെയൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നു. ഈ മിറക്കിൾസ് ഒക്കെ പൊതുവേ കാണുന്ന ഒരു കാര്യം, പ്രത്യേകിച്ചും വിശ്വാസം ഇല്ലാത്തവരുടെ ഇടയിലാണ് ഈ മിറക്കിൾസ് കാണുന്നത്. അവർ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ മിറക്കിൾസ്. അത് നിന്ന് പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ മറന്നുപോകും. അപ്പോഴേ നമ്മൾ ഇന്നിപ്പോഴേ പറഞ്ഞത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്, ഹീലിംഗ് ആൻഡ് മിറക്കിൾസ്. ഇത് എൻ്റെ ബൈബിളിലുള്ള എക്സാമ്പിൾസ് പറഞ്ഞു, ഇനി ഇപ്പോഴും നടക്കുന്ന എക്സാമ്പിൾസും പറഞ്ഞു. ഇനി ഇതിനകത്ത് പറയുന്ന 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത് പറയാനുണ്ട്. അത് നമുക്ക് പറയാം. ഡിസേണിങ് ഓഫ് സ്പിരിറ്റ്സ്. ഇനി അടുത്തൊരു വരത്തെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നത് ഡിസേണിങ്. ഇതിനകത്ത് പ്രോഫസിയും ടങ്സും ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സും അത് നമുക്ക് കുറച്ച് ഡീറ്റെയിലായിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് ഇത് ഡിസേണിങ് ഓഫ് ദ സ്പിരിറ്റ്, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കാം. ആത്മാക്കളുടെ വിവേചനം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സംസാരിക്കുകയും നമുക്ക് ഒരു വിവേചനം, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വ്യക്തിയുടെ ആത്മാവിനെ കുറിച്ച് നമുക്കൊരു വിവേചനം തരികയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഡിസേണിങ് ഓഫ് ദ സ്പിരിറ്റ്. ഇപ്പം ആ വ്യക്തിയുടെ ആത്മാവിൽ എന്തെങ്കിലും പൊസസീവായി ഇരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബോണ്ടേജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഫ്രീഡം അവൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് തരുന്നു. അതുപോലെ ബൈബിൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയൊരു ആത്മാവുണ്ട്. അതുകൂടാതെ തന്നെ തെറ്റായിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് ആത്മാവുണ്ട്, അതും ഇതിനകത്തുണ്ട്. ഡിസേണിങ് ഓഫ് സ്പിരിറ്റ്. കാരണം ലോകത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ ജ്ഞാനവുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ദൈവത്തിൻ്റെ പരിജ്ഞാനം, സാൽവേഷന് വേണ്ടി നമ്മളെ നടത്തേണ്ടത്, അല്ലെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കേണ്ടതായിട്ടുള്ള ദൈവത്തിൻ്റെതായിട്ടുള്ള പരിജ്ഞാനം ലോകത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് ദൈവവചനത്തിൽ കലർപ്പ് കയറ്റുന്ന ചില പഠിപ്പിക്കലുകൾ ഈ നാളിൽ വന്നിട്ടുണ്ട്. അവരെ വിളിക്കുന്ന പേര് ഫോൾസ് പ്രൊഫറ്റ്സ് എന്നാണ് വിളിക്കുന്നത്, കള്ളപ്രവാചകന്മാർ എന്നാണ് വിളിക്കുന്നത്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 1 അത് എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പകലും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ
ആത്മാക്കൾ ദൈവത്തിൽ ഉള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്ന് എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവത്രേ എന്ന്. അപ്പോഴേ ഡിസിപ്റ്റീവ് ഡോക്ട്രിൻസ്, തെറ്റിക്കുന്ന ഡോക്ട്രിൻസ് ഇന്ന് ഒരുപാടുണ്ട്, ഇന്ന് ലോകത്തിലുണ്ട്. ദൈവത്തിലേക്ക് എത്താതെയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പർപ്പസിലെത്താതെയോ ദൈവത്തിൻ്റെ സാൽവേഷനിലേക്ക് എത്താതെയോ നമ്മളെ തെറ്റിച്ചുകൊണ്ട് പോകാനായിട്ടും നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കർത്താവിൻ്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങളിലെ ഡയല്യൂട്ട് ചെയ്യാനായിട്ട് അത്രയേ ഉള്ളൂ. അതൊന്നും വലിയ ബേസിക്കായിട്ടുള്ള തെറ്റൊന്നുമല്ല പഠിപ്പിക്കുന്നില്ല. ചെറിയ ഒരു കാര്യങ്ങൾ കയറ്റി അത് ഡയല്യൂട്ട് ചെയ്യാം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുകയും നമുക്ക് ഒരു മെച്യൂരിറ്റിയിലേക്ക് നടത്തുകയും ചെയ്യുമ്പോൾ നമുക്കിത് ഹി വിൽ ഗീവ് ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഈ ഡിസിപ്റ്റീവ് ഡോക്ടറിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വലിയ കഴിവ് ദൈവം തരും. അതിനെയാണ് ഡിസേണിങ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയാം. രണ്ട് കാര്യങ്ങൾ അതിനകത്ത് ഡിസേണിങ് ഓഫ് സ്പിരിറ്റ് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ആത്മാവിൽ എന്തെങ്കിലും കെട്ടുകൾ, ഡെലിവറൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ഡിസേണിങ് ഓഫ് ദ സ്പിരിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഡോക്ട്രിൻസ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് ചെറിയ തോതിൽ പോലും അതിനകത്ത് ഡയല്യൂട്ട് ചെയ്യുന്ന ആ ഒരു ക്രിയയെ അത് ഒരു മെച്യൂർ ബിലീവർക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്ന ഒരാത്മാവ്, ദാറ്റ് ഈസ് ദ ഡിസേൺമെൻറ്റ് ഓഫ് ദി സ്പിരിറ്റ്. അത് ഈ നാളുകളിൽ ആവശ്യമാണ് നമുക്ക് ജീവിക്കാനായിട്ട്, ഈ ലോകത്തിൽ ബുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട്, കളങ്കമില്ലാതെ ജീവിക്കാനായിട്ട്, യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ ജീവിക്കാനായിട്ട് ആ ഡിസേണിങ് ഓഫ് ദ സ്പിരിറ്റ് ആവശ്യമാണ്. നമ്മൾ ഈ ദൈവത്തിൻ്റെ സഭയുടെ ഈ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ സഭ വളരാനായിട്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ ആവശ്യമാണ്, അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും പൊതുവെ പറയാറില്ല. എല്ലാവരും പഠിപ്പിക്കുന്ന അന്യഭാഷ, പ്രൊഫസി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപരിയായിട്ട്, അത് ആവശ്യമില്ലെന്നല്ല, അതൊക്കെ ആവശ്യമുണ്ട്, ഉപരിയായിട്ട് ആത്മാവിൻ്റെ വരങ്ങൾ ധാരാളമായിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കണം. എൻ്റെ സമയം ഇവിടെ അവസാനിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് 3 വരങ്ങളെക്കുറിച്ചാണ്. 1 ഹീലിംഗ്, 2 മിറക്കിൾ, 3 ഡിസേണിങ് ഓഫ് ദ സ്പിരിറ്റ്. ഈ 3 വരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇത് തീർച്ചയായും ഇന്നും ഈ രോഗശാന്തി വരവും അതുപോലെ വീര്യപ്രവൃത്തികളുടെ വരവും അതിൽ ആത്മാക്കളെ തിരിച്ചറിയാനുള്ള വരവും ഇന്നും ഉണ്ട് എന്ന് നമ്മൾ മറന്നുപോലെ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വരങ്ങളെ വാഞ്ചിക്കണം. നമ്മുടെ ജീവിതങ്ങളിലെ ശുശ്രൂഷയുടെ മുഖത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വരങ്ങളാണ് ഇതെല്ലാം. ദൈവത്തിൻ്റെ വേലയിൽ, പ്രത്യേകിച്ചും ദൈവീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഈ ഹീലിങ്, മിറക്കിൾസ്, ഡിസേൺമെൻറ്റ് ഓഫ് സ്പിരിറ്റ് ഇതെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം ദൈവവചനത്തിൽ പറയുന്നതനുസരിച്ച് കർത്താവിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ഈ ദാനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായും ദൈവത്തിൻ്റെ ശ്രേഷ്ഠ വരങ്ങളെ നമ്മൾ വാഞ്ചിക്കുകയും ദൈവം പറയുന്ന ഈ ഗിഫ്റ്റുകളെ നമ്മൾ ദൈവസന്നിധിയിൽ അത് ദൈവമേ ഇല്ലെങ്കിൽ ദൈവമേ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവം തരും. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. എന്നാലും നമുക്ക് എന്നൊരു ഡിസയർ ആവശ്യമാണ്. ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് ചില മാറാത്ത തീരാ രോഗങ്ങൾ ആയിട്ട്, പ്രത്യേകിച്ച് അലർജിക്കായിട്ടുള്ള ചില വ്യക്തികളെ ഇന്ന് കാണിച്ചു തരുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും ദൈവം അത് വിടുവിക്കും. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമല്ലോ. ദൈവം വലിയൊരു ഡെലിവറൻസ് തരും. കർത്താവേ, ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ നാളുകളിലെ ഈ ദൈവത്തിൻ്റെ വലിയ ദാനങ്ങൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഈ തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ വലിയൊരു വിടുതൽ അയക്കണമേ കർത്താവേ. ഞങ്ങൾ നേരത്തെ ചിന്തിച്ചതുപോലെ കർത്താവേ, ആ ഡെലിവറൻസിൻ്റെ വലിയ മാനിഫെസ്റ്റേഷൻ അത് കർത്താവിൻ്റെ ആത്മാവ് തരുന്നതാണ്. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിലേക്ക് തരുന്നതാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ അനേകം ആളുകളെ നീ വിടുവിച്ചു എന്ന് ഞങ്ങളെ കാണുന്നുണ്ടല്ലോ. കർത്താവ് രോഗങ്ങളുടെ സൗഖ്യം നീ കൊടുത്തല്ലോ. ഈ തരുണത്തിൽ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, പ്രത്യേകിച്ച് അലർജിക് പ്രശ്നങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് രാത്രികാലം നീ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി കർത്താവെ എന്താണ് അലർജി എന്ന് കണ്ടുപിടിച്ചിട്ടും കർത്താവെ അതിൻ്റെ പൂർണ്ണമായിട്ട് ഡെലിവറൻസ് വരാതിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ ഇന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നീ കൊടുക്കണമേ. കർത്താവെ, നീ അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭക്ഷണം കഴിക്കാൻ വയ്യാതെ ഇരിക്കുന്ന ചില സാഹചര്യങ്ങളെ കാണിച്ചു തരുന്നു. കർത്താവെ, അതെല്ലാം നീ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അയച്ച സൗഖ്യത്തിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ഞങ്ങൾ പ്രത്യേകിച്ച് വീര്യപ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ സഭയിൽ ഉണ്ടാകുവാനായിട്ട്, ആത്മാക്കളെ വിവേചിപ്പാനുള്ള കഴിവ് കർത്താവ് വ്യക്തിത്വങ്ങൾ ഉണ്ടാകുവാനായിട്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമേ, നീ അവർക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക്, നന്മകൾക്ക്, ഗിഫ്റ്റിനായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങൾ കൂടുതലായിട്ട് വാഞ്ചിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ ഗിഫ്റ്റായിട്ട് നിറയുവാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റ് നിറയുവാനായിട്ട് അവരെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൈവം അനുഗ്രഹിക്കും. തീർച്ചയായും ഇത് നിങ്ങൾ കാണണം. ഈ ബെൽ ബട്ടണിനകത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫോർവേഡ് ചെയ്യണം. പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലോ ഇമെയിൽ ഐ.ഡിയിലോ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് നിങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ടീമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇത് കണ്ടവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.